ഹലോ. അപ്പോൾ ഇവിടെ ഈവനിങ് ആയി. ഞാൻ ബായ്ക്കാടിലോട്ട് ഇറങ്ങി നോക്കിയപ്പോഴല്ലേ എൻ്റെ ഒരു കരിയാപ്പ് ഫുൾ ഉണങ്ങിപ്പോയി. ഒരു വലിയ കരിയാപ്പായിരുന്നു. അതൊരു ദുഃഖകരമായ സംഭവമായിരുന്നു. ഞാൻ വന്നതേ നോക്കിയായിരുന്നു എങ്ങനെയുണ്ട് ബായ്ക്കാടൊക്കെ എന്ന്. അപ്പോൾ അല്ലേ എൻ്റെ ഒരു വലിയ കരിയാപ്പ് ഉണങ്ങി നിൽക്കുന്നു. ഈ കരിയാപ്പ് ഫുൾ ഉണങ്ങിപ്പോയി. അതിൻ്റെ കുറേ ഇലയൊക്കെ ഞാനിവിടെ ഒടിച്ചിട്ടതാണ്. ഇങ്ങനെ തണ്ട് ഉണങ്ങിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാനത് ഒടിച്ച് നോക്കിയതാണ്. അപ്പോൾ ഫുൾ ഉണങ്ങിപ്പോയി. വേണ്ടോ, ഈ കരിയാപ്പ് ഫുൾ ഉണങ്ങിപ്പോയി. അതിൻ്റെ അടിയിൽ ഇച്ചിരി പൊട്ടി വരുന്നുണ്ട്. പിന്നെ കുറേ മുരിങ്ങക്കോലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പറിച്ചെടുത്തു. കുറേ കോവയ്ക്ക, പടവലങ്ങ എല്ലാം കിട്ടി. ഞങ്ങളങ്ങനെ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനല്ലേ ബായ്ക്കാടിലോട്ട് നോക്കിയപ്പം മുരിങ്ങയിൽ ഒത്തിരി മുരിങ്ങയ്ക്ക അതെല്ലാം തന്നെ ഞാൻ കട്ട് ചെയ്തു. ഫ്രീസറിൽ കയറ്റാൻ പോവുകയാണ്. ഫ്രീസറിൽ നമ്മൾ സിബിലോ ബാഗിലാക്കി വെക്കും. അതിനായിട്ടെല്ലാം കട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഒത്തിരി കോവയ്ക്ക കിട്ടി. ഒത്തിരി കോവയ്ക്ക അതുണ്ട് കിട്ടി. ഈ ബാഗിനകത്തും കിട്ടി. അങ്ങനെയും കിട്ടി കോവയ്ക്ക. കുറേ കോവയ്ക്ക, എനിക്കൊന്നൊരു 4-5 കിലോ കോവയ്ക്ക കിട്ടി. കുറേ വലിയൊരു ബാഗ് നിറയെ ഞാൻ മമ്മിയുടെ കൂടെ കൊണ്ട് കൊടുത്ത് കട്ട് ചെയ്യാനായിട്ട്. എന്നെക്കൊണ്ട് എല്ലാം കൂടെ കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, സമയമില്ല. പിന്നെ എനിക്കൊരു 3-4 പടവലങ്ങ കിട്ടി. അതെല്ലാം കൂടെ മമ്മിയെ കൊണ്ട് ഏൽപ്പിച്ചു. ഇപ്പോൾ മമ്മി ഞങ്ങൾക്കിവിടെ എല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടയർഡായിട്ട് വരുന്നതുകൊണ്ട്. പിന്നെ ഒരു ദിവസമേ ഉള്ളല്ലോ, ഇന്നൊരു ദിവസമേ കിട്ടുള്ളൂ. നാളെ എനിക്ക് ജോലി തുടങ്ങുവാണേ. അപ്പോൾ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മമ്മിയെല്ലാം ചോറും കറി, മീൻ കറി, അവിയൽ, തോരനെല്ലാം ഉണ്ടാക്കി വെച്ചായിരുന്നു. പിന്നെ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് വേറെ ഫുഡ് കഴിച്ച് വരുന്നപ്പോൾ നമുക്ക് നമ്മുടെ ചോറും കറിയൊക്കെ കഴിക്കാനല്ല ഇഷ്ടം. അതുകൊണ്ട് അതെല്ലാം ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പം മമ്മിയുടെ സാരീസ് ഞാൻ മമ്മിക്ക് 3 സാരി വാങ്ങിച്ചായിരുന്നു. അല്ല, ഞാൻ മമ്മിക്ക് 2 സാരി വാങ്ങിച്ചു. ചേച്ചി എനിക്ക് 2 സാരി വാങ്ങിച്ചു തന്നു കേട്ടോ. അതെല്ലാം മമ്മിക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ മമ്മിക്ക് കുറച്ച് ചില്ലി പൗഡർ, പുളി, അവലോസുണ്ട എല്ലാ സാധനങ്ങളും മമ്മിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും വരുമ്പോഴേ കിട്ടുന്നതല്ലേ ഇഷ്ടം. അപ്പോൾ എല്ലാം ഞാൻ മമ്മിക്ക് കൊണ്ട് കൊടുത്തു. മമ്മി പറഞ്ഞു പയ്യെ വന്നാലും മതിയെന്ന്. പക്ഷേ എല്ലാം കൊണ്ടേ കൊടുത്തു. കൊടുത്തിട്ടിപ്പോൾ ഞങ്ങൾ വന്നതാണേ. അപ്പം നമ്മൾ ചെറുതായിട്ടൊക്കെ കുക്കിങ് തുടങ്ങി. എനിക്ക് എന്ന് പറഞ്ഞാൽ മമ്മി ഇവിടെ ഫുഡെല്ലാം വെച്ചുകൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, നാളെ ജോലിക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. വേറൊന്നും കുക്ക് ചെയ്യുന്നില്ല. നമുക്ക് പെട്ടിയെല്ലാം അവിടെ ക്ലിയർ ചെയ്തു. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇനി സമയമെല്ലാം ഒന്ന് അഡ്ജസ്റ്റായി വരണം. അതുവരെ നമ്മൾ ഭയങ്കര ടയർഡായിരിക്കും. ഇനി ഒരു 2 വീക്സ് ആകും തലയെല്ലാം ഒന്ന് നേരെയായി ജെറ്റ് ലാഗൊക്കെ ഒന്ന് മാറണമെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ ഹസ്ബൻഡിന് ചോറും കറിയെല്ലാം കഴിച്ച് മടുത്തു. ചോറും കറി എനിക്ക് ഇഷ്ടമല്ല, ഇച്ചിരിയൊക്കെ കഴിച്ചുള്ളൂ. ഇന്ത്യയിൽ വെച്ചാണ് ഇച്ചിരി ഫുഡ് കഴിക്കുന്നുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നിട്ട് പ്രിയപ്പെട്ട മിക് ഡബിൾസ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിപ്പോൾ ഇവിടെ പോയിട്ട് ഫ്രൈസും മിക് ഡബിൾസ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. കാരണം ഇതെല്ലാം മിസ് ചെയ്തിരിക്കുമായിരുന്നു. ചോറും കറിയോടും താല്പര്യമില്ല, സ്വന്തം ഫുഡൊക്കെ കഴിക്കണം. ഞാനിപ്പോൾ മെക്ഡോണൾസിൽ പോയിട്ട് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. സ്പ്രൈറ്റും വാങ്ങിച്ചു. സ്പ്രൈറ്റും ഇതെല്ലാം വാങ്ങിച്ചു. ഞങ്ങൾ ഇന്ത്യയിൽ വെച്ച് വാങ്ങിച്ചേ, പക്ഷേ ഇന്ത്യയിലെ ടേസ്റ്റ് ഒന്നും ഇവിടുത്തെ പോലെ ഒക്കുന്നില്ല. ഇപ്പോൾ കോട്ടയത്ത് മെക്ഡോണൾസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ അവിടെ പോയി വാങ്ങിച്ചിട്ടും ബർഗറും ടേസ്റ്റും ശരിയാകുന്നില്ലായിരുന്നു. ഇവിടുത്തെ ടേസ്റ്റ് ഒക്കുന്നില്ലായിരുന്നല്ലേ. നമ്മുടെ ഇന്ത്യൻ മെക്ഡോണൾസ് ബീഫില്ല, ചുമ്മാ ചിക്കൻ സാൻഡ്വിച്ച്. അവർ ഒത്തിരി പേരൊക്കെ എഴുതി വെക്കും. എന്നിട്ട് ഒരു ബോർഡ് നിറയെ നെയിംസാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഉള്ളി ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇവിടുത്തെ പോലെ ശരിയാകത്തില്ല. അങ്ങനെ ആകെ മിസ് ചെയ്തിരിക്കുമായിരുന്നു ഒരാൾ. ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു. ഇന്ത്യയിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു. ഇച്ചിരിച്ച കറിയൊക്കെ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേ വന്നെല്ലാം വാങ്ങിച്ചു. അങ്ങനെ ഫൈനലി എൻ്റെ ഹസ്ബൻഡ് തന്നെ മിക് ഡബിൾസ് കിട്ടി. മിക് ഡബിൾസിനെ മിസ് ചെയ്തിരിക്കുകയായിരുന്നു. ഫൈനലി ബാക്ക് ടു നോർമൽ.